നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. കുംഭൻ രാശി അവിട്ടമര, ചതയം, പൂരരിട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിയുടെ രാശിയാധിപനായ ശനി 2026 മേടമാസത്തിൽ ധനഭാവമായ മീനത്തിൽ മേടം 28 വരെ അഗ്നിമാരുത യോഗത്തിലാണ്. കൂടാതെ നീചനും അഷ്ടമാധിപനുമായ ബുധൻ്റെ യോഗം മേടം 17 വരെ ഉണ്ടാകുകയും ചെയ്യും. ജന്മത്തിൽ രാഹു 7ാം ഭാവത്തിൽ കേതുവും സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് മനക്ലേശങ്ങളും ശാരീരിക പീഡയും ഉണ്ടാകാം. കുടുംബത്തിൽ വഴക്ക്, രോഗങ്ങൾ, പങ്കാളിക്ക് ക്ലേശം എന്നിവ പ്രതീക്ഷിക്കാം. 5ാം ഭാവാധിപനായ ബുധൻ മേടം 17 വരെ ഗുണഫലങ്ങൾ നൽകുകയില്ല. ശേഷം ഉച്ചനായ സൂര്യനോട് യോഗം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവും ഉത്സാഹവും ഉണർവും നൽകുന്നു. ഇൻ്റർവ്യൂകൾക്ക് പ്രശസ്തമായ വിജയം ലഭിക്കുന്നു. സഹപ്രവർത്തകരുടെ ഇടയിൽ പ്രശസ്തിയും പേരും ഉണ്ടാകും. ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിക്കും. 10ാം ഭാവാധിപനായ ചൊവ്വ പാപഗ്രഹ യോഗത്തോടുകൂടി ധനഭാവത്തിലാണ് മേടം 28 വരെ സ്ഥിതി ചെയ്യുന്നത്. കർമ്മരംഗത്ത് പ്രവർത്തനം പുരോഗമിക്കുമെങ്കിലും സഹപ്രവർത്തകരുമായി വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. വളരെ ശ്രദ്ധിക്കണം. ഇത് കാര്യങ്ങളിൽ പരാജയവും ധനനഷ്ടവും ഉണ്ടാക്കാം. ഈ സമയത്ത് സർക്കാർ ആനുകൂല്യം ലഭിക്കുകയില്ല. 7ാം ഭാവാധിപനായ സൂര്യൻ ഉച്ചനായി 3ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ബിസിനസ് രംഗത്തെ പുരോഗതിയെ കാണിക്കുന്നു. ബിസിനസ്സിന് പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും. ധനലാഭവും ശത്രുപരാജയവും സംഭവിക്കും. സ്ഥാപനത്തിന് സ്ഥാനമാന ലാഭം ലഭിക്കും. വ്യാഴത്തിൻ്റെ 5ാം ഭാവത്തിലെ സ്ഥിതി പ്രണയിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു. എന്നാൽ ദമ്പതികൾക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പങ്കാളിക്ക് തൊഴിലിൽ ഉയർച്ചയും വരുമാനവും വർദ്ധിക്കും. വിവാഹാലോചന നല്ല രീതിയിലുണ്ടാകും. ആലോചിച്ച് തീരുമാനമെടുക്കുക. നിത്യവും ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക.